ഹലോ, എന്താ പരിപാടി? എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ കഥയും പറഞ്ഞു പോയതല്ലേ. അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. നീരവ് എക്സാമിന് പോയിക്കാ. അവൻ്റെ ലാസ്റ്റ് എക്സാമാണ് ഇന്നത്തോട് നീരവൻ്റെ സ്കൂൾ പോയിട്ട് ഗായ്സ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ സൗണ്ട് ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് സൗണ്ട് വരുന്നില്ല, പുറത്തേക്ക് വരുന്നില്ല കേട്ടോ. അപ്പോൾ നീരവനെ സ്കൂളിലേക്ക് വിട്ടിട്ട് ഞാൻ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി. കുറച്ച് ദിവസമായിട്ട് മുറ്റടിച്ചിട്ട് ആകെ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടേ ഞാനങ്ങനെ തട്ടിമുട്ടി പോയി കിടന്നു. അപ്പോൾ ഇടയ്ക്ക് നല്ലോണം കരട് കാണുമ്പോൾ അങ്ങോട്ട് അടിക്കുന്നല്ലാണ്ട് വലിയ കാര്യമായിട്ട് ഡെയിലി അടിക്കൽ കുറവാട്ടപ്പോൾ. അപ്പോൾ പുല്ലൊക്കെ നല്ലോണം പൊന്തിക്കണു. ഇടയിൽ മഴയും കൂടെ പെയ്തല്ലോ. അപ്പോൾ ചില പുല്ലുകൾ മഴ പെയ്ത ഈർപ്പത്തോടെ കൂടെ വലിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പുല്ലുകളൊക്കെ ഞാൻ പറിച്ചു. പിന്നെ ഉണ്ടായിരുന്ന അവിടെ ഇരുന്നു കേട്ടോ. എന്നെ കൊണ്ട് ഇപ്പം പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറി. ഇനിയിപ്പോൾ കുറച്ച് തുണികൾ, കുറച്ചല്ല കേട്ടോ, കുറച്ചധികം തുണികളുണ്ടെന്ന് വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടി. അപ്പോൾ അത് ഞാൻ തൽക്കാലത്തേക്ക് വാഷിംഗ് മെഷീനിലൊന്ന് മുക്കിയിട്ടു. രാവിലെ തന്നെ വാഷിംഗ് മെഷീൻ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ പഴുതാര, എന്നിട്ട് ചത്തിട്ടാണ് ഞാൻ പിന്നെ കളഞ്ഞത്. എനിക്ക് പേടിയാണ് ജീവനോട് എടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര സ്പീഡല്ലേ കൈമയ്ക്ക്, അങ്ങനെ കയറി വരില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം തുണികളൊന്ന് സോപ്പ് പൊടിയിലൊന്ന് കിടന്നങ്ങനെ കുതിരട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് പിന്നെ അടിച്ചു വരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ തുടയ്ക്കാനുള്ള പരിപാടി, തുടയ്ക്കാനല്ലടോ, വിളക്ക് വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അടിക്കലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞ് വൃത്തിയോടെ നമുക്ക് വിളക്ക് വയ്ക്കാൻ തുടങ്ങാമല്ലോ വിചാരിച്ചു. അപ്പോൾ ഞാൻ നല്ല വൃത്തിക്ക് അങ്ങോട്ട് തുടച്ചെടുത്തു. ഇന്ന് നീരവൻ്റെ എക്സാം ജിക്കാണ് കേട്ടോ. അവനെ സ്കൂളിലേക്ക് വിട്ടുകൊണ്ട് എനിക്ക് കുറച്ച് ഗുണമുണ്ട്. കാരണം എനിക്ക് ജിക്കൊന്നും വലിയ കാര്യമായിട്ട് അറിഞ്ഞു പറഞ്ഞില്ല. അവൻ്റെ കൂടെ കൂടിയപ്പോൾ ഇത്തിരി എന്തൊക്കെയോ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പഠിക്കണ കാലത്തോ പഠിച്ചില്ല, ഇനി ഈ കാലത്ത് പഠിച്ചിട്ട് എന്തായാലും പഠിക്കുക. ഇത്തിരി ബോധം ഇപ്പോഴായിക്കോട്ടെ. ഞാൻ ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചതാട്ടോ ഭക്ഷണത്തിന് മുന്നേ. അപ്പോൾ ഗുളിക കഴിച്ചിട്ട് നേരെ പോയി മേല് കഴുകിയിട്ട് വന്നു. എന്നിട്ട് വേഗം വന്നിട്ട് വിളക്ക് വെച്ചു കേട്ടോ. അപ്പോഴേക്കൊരു കുറച്ച് നേരം ആ ഗുളിക കഴിച്ചിട്ട് ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറിയൊക്കെ തൊട്ടു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, അത് കഴിക്കുകയാണ് കേട്ടോ. ഏതായിരുന്നു നുറുക്ക് ഗോതമ്പില്ലേ, നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും എനിക്കിത് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. നീരവ് അംഗൻവാടിയെ പോയി വരുമ്പോൾ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവൊക്കെ കൊണ്ടുവരുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കും. അതേപോലെ റാഗി ദോശ, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. റാഗി ഇപ്പോൾ കഴിഞ്ഞേക്കണു. അതും പിന്നെ നുറുക്ക് ഗോതമ്പാണ് ഞാനിപ്പോൾ പുതിയതായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ സംഭവങ്ങൾ. അതാണ് എടുത്ത് പറഞ്ഞത് കേട്ടോ. പിന്നെ പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നത്തെയും പരിപാടികൾ തന്നെ ഇന്നും. പാത്രങ്ങൾ കഴുകുക, പിന്നെ ചോറ് വയ്ക്കണം. ചോറ് വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ചോറ് വയ്ക്കേണ്ട പരിപാടിക്ക് കിടക്കാൻ. ചട്ടി ഉരച്ച് കഴുകുമ്പോഴേ കണ്ണിലേക്ക് സോപ്പും വെള്ളം തെറിച്ചു കേട്ടോ. നല്ല നീറ്റുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒറ്റ കണ്ണടച്ചിട്ട് മറ്റേ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഇങ്ങനെ കഴുകാമെന്ന് വിചാരിച്ചപ്പോൾ രണ്ട് കണ്ണും തുറക്കാൻ പറ്റുന്നില്ല. വേഗം കൈയൊക്കെ കഴുകി വേഗം കണ്ണിലേക്കൊക്കെ ഒന്ന് വെള്ളം തെറിച്ചു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. ഇത്ര എരിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. അങ്ങനെ അതൊക്കെ കഴുകി. സാധാരണ എനിക്ക് കൈയോടെ പാത്രം കഴുകാനൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ഇപ്പം അടുത്ത് എൻ്റെ ബേസിൽ ഇങ്ങനെ പഴുതാര വരാൻ തുടങ്ങിയേക്കണു. അപ്പോൾ പാത്രം എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു എന്താ പറയുക, വലിയ പഴുതാരൊക്കെ കയറി വരിക. അതുകൊണ്ടേക്ക് പേടിച്ചിട്ടേ പാത്രത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഇരുന്നിട്ട് പാത്രം എടുക്കുമ്പോൾ നമ്മുടെ കൈമ കുത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ ഇതുവരെ എനിക്ക് പഴുതാരയുടെ കുത്തൊന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ കുത്ത് മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് നല്ല കാലത്തേക്ക് ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഒഴിച്ചതേ പുൽത്തൈലത്തിൻ്റെ ഒരു എന്താ പറയുക, ലിക്വിഡാണ്. ഞാൻ ലിക്വിഡാക്കി വെച്ചത്. ആ പുൽത്തൈലും വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഹാൻഡ് വാഷില്ലേ, അതിൻ്റെ ആ ബോട്ടിൽ ഞാൻ ആക്കി വെച്ചേക്കുക കേട്ടോ. വല്ലാണ്ട് പൊടിച്ചയുടെ ശല്യമൊക്കെ കൂടിയപ്പോൾ ഞാനിങ്ങനെ ഒഴിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടും കേട്ടോ. പിന്നെ അരി ഞാൻ കുറച്ച് നേരത്തേക്ക് വെള്ളത്തിലിട്ടു കേട്ടോ. അപ്പോഴേക്ക് സനേഷേട്ടൻ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചാനോട് സംസാരവും പിന്നെ അതിൻ്റെ ഇടയിൽ കട്ടായിട്ട് റേഞ്ചിൻ്റെ പ്രശ്നം കാണാം. അപ്പോഴേക്ക് ഞാൻ ഓടി വന്ന് ഗുളിക കഴിച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ ചോറൊക്കെ ഇടയിൽ പോയി വെച്ചപ്പോഴും ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ വിസിലടിക്കാൻ തുടങ്ങിയ സമയം ഞാൻ വേഗം പോയിട്ട് തുണികളൊക്കെ വാഷിംഗ് മെഷീൻ കഴുകി തന്നിട്ടുണ്ടായിരുന്നു. അത് അഴക്കയിൽ വിരിച്ചിട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കുറേ തുണികളുണ്ടെന്ന്. ആ കുറേ തുണികളെല്ലാം വിരിച്ചിട്ട് ഞാൻ വിചാരിച്ചു അഴക്കയിൽ സ്ഥലം കിട്ടില്ല എന്ന് കേട്ടോ. പക്ഷെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ട് ഇട്ടു. ഇപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് വന്നു. ചോറ് വിസിലടിച്ചു പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കല്ലുപ്പിടാന്ന് വിചാരിച്ചു. കൂട്ടാൻ വയ്ക്കാൻ ഒന്നുമില്ല കേട്ടോ. ഇപ്പം സമയം എന്ന് പറയുമ്പോൾ ഒരു 12 മണിക്ക് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറിൻ്റെ വിസിലൊക്കെ പോയി തുറക്കാൻ പറ്റിയ അവസ്ഥയായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൽ കുറച്ച് കല്ലുപ്പിട്ടു. ഇനി മീൻ മേടിക്കാൻ പോകണം കേട്ടോ. മീൻ മേടിച്ചിട്ട് വരാം കേട്ടോ. മീൻ മേടിച്ചിട്ട് വരാം. നീരവ് വരാറായിട്ടുണ്ട്.
അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ തട്ടിമുട്ടി സമയമൊക്കെ കളയും. എന്നിട്ട് എന്താ പറയുക, എല്ലാം കൂടി ഒരു സമയം ഉണ്ടാവില്ലേ, അവിടെ കിടന്ന് ഇങ്ങനെ ധൃതിക്കും കേട്ടോ. അപ്പോൾ ഞാൻ 12 മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നീരവ് പറഞ്ഞേക്കണ എന്നോട് അയില മേടിക്കാനാട്ടോ. അപ്പോൾ അത് മേടിക്കാന്ന് വെച്ചാൽ പോണ്. വണ്ടിക്ക് ഇക്കറടിച്ചാൽ ഇപ്പോൾ സ്റ്റാർട്ട് ആവണല്ലോ. നമ്മൾ അധികം ദൂരത്തേക്കൊന്നും പോകണില്ലല്ലോ. പിന്നെ ഡെയിലി ഒരു 10-15 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചില ദിവസം മറക്കും. അപ്പോൾ ഇന്നലെ ഒക്കെ ആയിട്ട് പണിച്ചാൻ്റെവിടേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് ദൂരെ പോയിട്ടുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലായിരുന്നു ഇരുന്നത്. പക്ഷേ കിക്കർ അടിക്കേണ്ടി വന്നു കേട്ടോ. അപ്പോഴും ചാർജ് ഇറങ്ങിപ്പോയിക്കണം. അങ്ങനെ മീൻ മേടിക്കെത്തി. ബ്രെഡും കൂടെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാനുള്ളതുകൊണ്ട് V5 വന്നിട്ടുണ്ട്. ബ്രെഡ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നീരവ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇത് മേടിച്ചു, പീനട്ട് ബട്ടർ. അവൻ കഴിക്കുമെന്ന് ഉറപ്പില്ല, അതുകൊണ്ടാട്ടോ ചേർത്ത് മേടിച്ചത്. ജാമാണ് അവന് ഏറ്റവും ഇഷ്ടം. ഇനി ചെന്നാലും ഇനി അറിയുള്ളൂ കേട്ടോ. പിന്നെ കുളിക്കാൻ സോപ്പില്ല. അപ്പം ഞാൻ ഈ സോപ്പ് എടുത്തു, പിയേഴ്സിൻ്റെ വേറെ ഒരു ഫ്ലേവർ, എന്താ പച്ച. അപ്പോൾ അതെടുത്തപ്പോൾ അതിന് സ്മെല്ല് നോക്കിയപ്പോൾ ശരിയായില്ല. അപ്പം ഞാൻ സാധാ പിയേഴ്സ് ഓറഞ്ച് ഇല്ലേ അതെടുത്തു കേട്ടോ. പിന്നെ തക്കാളി ഉണ്ടായിരുന്നില്ല, അപ്പോൾ തക്കാളിയും കൂടി എടുത്തു. അങ്ങനെ നേരെ പോയി ബില്ലടിക്കാൻ നിന്നപ്പോഴാണ് ബ്രെഡ് എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. എന്നിട്ട് ഞാൻ വീണ്ടും ബ്രെഡ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഓടുക. പിന്നെ പുളി എടുത്തില്ല, പുളി മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ പുളി എടുക്കാൻ വീണ്ടും ഓടി. അങ്ങനെ ഓടി ഓടി ആ ചേച്ചിമാരെ ചിരിക്കായിരുന്നു കേട്ടോ. ലാസ്റ്റ് അവിടെ എത്തി ബില്ലൊക്കെ അടിച്ചു. ഈ കുട്ടിക്ക് വട്ടായി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ സ്ഥിരം പോണോണ്ട് തന്നെ അറിയാം. വലിയ ക്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ കിടന്ന് വലിയ അഹങ്കാരം കാണിക്കുന്നത്. നല്ല ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തോർത്ത് മേടിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിച്ച് ബില്ല് ചെയ്തു കേട്ടോ. അങ്ങനെ വേഗം ഇറങ്ങുക. എനിക്ക് ഈ ഡോർ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി തുറക്കില്ലേ, അതിഷ്ടം. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ വീണ്ടും ചിലപ്പോൾ അങ്ങോട്ട് കയറും. അങ്ങനത്തെ കുറച്ച് പ്രാന്തൊക്കെ ഉണ്ടിട്ട് എനിക്ക്. നീരവിൻ്റെ സ്കൂൾ ബസ് 12:45 50 ആകുമ്പോൾ വരും. ഇപ്പം സമയം 37 എന്തോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം കയറി. എന്തായാലും ഗേറ്റ് അടവൊക്കെ കഴിഞ്ഞ് 12:50 ആകുമ്പോൾ വരുമ്പോൾ ആ ഒരു ധൈര്യത്തിൽ വേഗം മീനൊക്കെ കഴുകിയിട്ട് മസാലയൊക്കെ തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുട്ടി വരുമ്പോഴേക്കും കറിയൊക്കെ വെച്ച് നല്ലൊരു അമ്മയായിട്ടിരിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഏറ്റില്ല. ഞാനിങ്ങനെ തട്ടിമുട്ടി ഇരുന്നിട്ട് എൻ്റെ സമയം മുഴുവൻ ഞാൻ തന്നെ കളയും. അങ്ങനെ ഒരു സ്വഭാവമാണ്. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് പിന്നെ വേഗം കറി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവൻ വരുമ്പോഴേക്കും തട്ടിമുട്ടി എന്തെങ്കിലുമൊക്കെ തൽക്കാലത്തേക്ക് വെച്ച് പടക്കാൻ കൊടുത്തിട്ട് പിന്നെ വേഗം ചോറെന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി മീൻ കറിയൊക്കെ റെഡിയാക്കാവുള്ളൂ. പിന്നെ ചേട്ടന്മാർ മീനൊക്കെ നേരെയാക്കി തന്നുകൊണ്ട് എനിക്ക് വലിയ പണിയില്ല കേട്ടോ. അതുമ്മ ഒന്ന് കഴുകിയെടുക്കുക അതേ ഉള്ളൂ. എനിക്ക് ഈ മീൻ നേരെയാക്കി തരുമ്പോഴേ അതിലത്തെ മുട്ടയാണോ വേസ്റ്റാണോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതുകൊണ്ട് 2 മീനിൻ്റെ ആ ഒരു എന്താ പറയുക, മുട്ട പോലത്തെ ഒരു സംഭവമില്ലേ, അത് ഞാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് 2 ഭാഗ്യത്തിന് വെച്ചുള്ളൂ, ബാക്കിയൊക്കെ കളഞ്ഞു. പിന്നെ അത് കഴിച്ചപ്പോൾ കഹിപ്പ്. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ, അപ്പം ഞാൻ ഉദ്ദേശിച്ച മുട്ടയല്ല അതെന്ന് വിചാരിച്ചു കേട്ടോ. ചില സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് നേരെയാക്കുമ്പോൾ എനിക്കറിയാം, ആരെങ്കിലും നേരെയാക്കി തരുമ്പോൾ എനിക്ക് കൺഫ്യൂഷനാണ് കേട്ടോ. അങ്ങനെ ഈശ്വര, ഞാൻ എന്തായാലും ഇങ്ങനെ മീനൊക്കെ നേരെയാക്കി എടുത്തു കേട്ടോ. ഇനി വറക്കാനുള്ളത് ഇങ്ങനെ വരയിട്ട് വയ്ക്കും. 4 മീൻ വറക്കാൻ വേണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഇന്നത്തേക്ക് തന്നെ. ബാക്കി ഉള്ളത് ഞാനിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടിയിൽ. പിന്നെ മസാലയൊക്കെ ഇപ്പം തന്നെ വേഗം ഇടാമെന്ന് വിചാരിച്ചു. മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതൊക്കെ തന്നെയാട്ടോ ഇടുന്നത്. മീനിലേക്കും അങ്ങനെ അളവൊന്നുമില്ല എനിക്ക്. മുളക് പൊടി കുറച്ചിടുള്ളൂ, മല്ലിപ്പൊടി കൂടുതലിടും അങ്ങനെ കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിയിലേക്ക് ഇടുന്നുണ്ട്. ഈ ഒരു ഡപ്പയുള്ളതുകൊണ്ട് സുഖം കേട്ടോ. അങ്ങനെ സ്മെല്ലിൻ്റെ പ്രശ്നം, സ്മെല്ല് ഒക്കെ പൂന്നാരോ പറഞ്ഞു. അങ്ങനെ പൂവലും പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് സ്മെല്ലൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ പിന്നെ മല്ലിപ്പൊടി അതും ആവശ്യത്തിന് ഇട്ടു. കുറച്ച് മീൻ വറക്കണയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല, വെറുതെ ഇട്ടുന്നുള്ളൂ. പിന്നെ മെയിൻ സാധനം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ഉപ്പിട്ടിട്ടില്ലേ ഞാൻ പിന്നെ അങ്ങനെ മറക്കൂട്ടോ. ഇതെന്തോ ഒരു ഭാഗ്യത്തിനും ഓർമ്മ വന്നു. അപ്പോൾ പിന്നെ അതും കൂടി ഇട്ടു. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കും. അങ്ങനെ നമ്മുടെ
വറക്കാനുള്ള സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. മീൻ കൂട്ടാനിലേക്കുള്ള അടുപ്പത്ത് വെച്ചിട്ട് പോവാന്നാണ് വിചാരിച്ചത്. പക്ഷെ പുളി വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ശരിയായിട്ടില്ല. അപ്പോൾ പിന്നെ അത് പിഴിയാനൊക്കെ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ മൂടി വെച്ചു. അപ്പോഴേക്കും എന്താവും പൊടിച്ച വന്നിട്ടുണ്ട് കേട്ടോ. പുറത്ത് ചക്ക വീണ് കിടക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഇങ്ങനെ ഓടി വരണത് ഇങ്ങോട്ട്. പിന്നെ ഞാൻ തേങ്ങ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് എടുത്തിട്ട് പുറത്ത് എടുത്തു വെച്ചു. പിന്നെ വേഗം പുറത്തേക്ക് ഇറങ്ങി. നീരവൻ്റെ സ്കൂൾ ബസ് വന്നു കേട്ടോ. ഇനി UKG-യിലേക്കില്ലേ വലിയ ആള്, വലിയ നീരവ്. തുറന്ന ഇനി അടക്കി നോക്കട്ടെ എത്തുന്നു. ചോദിച്ചേ ഇന്നെന്താ അല്ല ഇന്നെന്തായിരുന്നു ക്വസ്റ്റ്യൻ? നാഷണൽ ആനിമൽ അതൊക്കെ ചോദിച്ചോ? അപ്പൊ എന്താ പറഞ്ഞേ? നീ എന്തിനാ സർക്കിൾ ചെയ്തേ? ഏതിനാ സർക്കിൾ ചെയ്തേ? നാഷണൽ ആനിമല്. ഓക്കെ. അതെ കളർ ബുക്ക് എന്താ അറിയോ? തീരെ പഠിച്ചതൊക്കെ പിന്നെ രണ്ടെണ്ണുണ്ട്. കൊറേ ഉണ്ട്. അല്ല നോക്ക് കരിവാളി. അല്ല ഇത് നോക്ക് പെയിന്റ് അടിച്ചതാ. ഞാൻ പെയിന്റ് അടിച്ചതാ. നോക്ക് ഇത് കഴിഞ്ഞു. നീരവൻ്റെ LKG A. സ്കൂൾ പൂട്ടുമ്പോൾ ഇങ്ങനെ ബുക്കൊക്കെ കൊടുക്കുമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ ബുക്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ സ്കൂളിൽ ഇങ്ങനെ നമസ്കരിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ബുക്ക് കാര്യങ്ങളൊക്കെ അതിൽ ഇങ്ങനെ സരസ്വതി നമസ്തുഭ്യം വരതി കാമരൂപിണി അങ്ങനെ ഒരു നാമം ഉണ്ടല്ലോ, അതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഫുഡുകളൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് അവൻ പറയണത്. പിന്നെന്താ കുട്ടികൾക്ക് നല്ല രീതിക്കുള്ള കാര്യങ്ങൾ കൈ പുറത്തേക്കിട്ട് ഇടരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങനെ വാഷ്റൂമിൽ പോകുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ബുക്കിൽ പ്രിൻ്റ് ചെയ്തിട്ട് കാണാൻ രസമുണ്ട് കേട്ടോ. എനിക്കൊന്നും ഇങ്ങനത്തെ ബുക്ക് കിട്ടിയിരുന്നതായിട്ട് ഓർമ്മയില്ല സ്കൂൾ പൂട്ടണ സമയത്ത്. അങ്ങനെ ഞാൻ അവനും കൂടി പിടിയും വലിയായിരുന്നു കേട്ടോ ബുക്കിന്. ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ അവനും നോക്കണം, അവനും കണ്ടിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളിൽ നിന്ന് നോക്കിയോന്ന് അറിയില്ല. എനിക്ക് പിങ്ക് കിട്ടിയേക്കട്ടെ, ബാക്കി എല്ലാവർക്കും പച്ച കിട്ടിയേക്കണേ. ഇതൊക്കെ ആരോട്ടിച്ചേ? ഇതും ഇതെന്ത് ഇതിങ്ങനെ ഒട്ടിച്ചാ? ഇത് ഞാൻ ചെയ്തതല്ല കേട്ടോ. ഇത് ശരിക്കും മാം ചെയ്തതാ. മാം വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ ചെയ്തത് ഇതൊക്കെ ഒട്ടിച്ചത് ഞാനല്ല കേട്ടോ, മാം ഒട്ടിച്ചത്. ഇത് ആരെ കളർ ചെയ്ത? ഇത് ഞാൻ കളർ ചെയ്തത്. ഇത് ഞാൻ കളർ ചെയ്തത്. ഇത് മാം. ഇത് ഞാനല്ല, ഇത് ഞാൻ.
ഇതെന്റെ സ്കൂളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നോ? ഓ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. എടാ വണ്ട, ഒരു കാര്യം കാണിച്ചു തരാം. ഇനി 2-3 പേജുകൾ അതിൽ ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്ന അതിലും കൂടി എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തെങ്കിൽ അതും കൂടെ കാണാറുണ്ടല്ലോ എന്ന്. നല്ല രസമുണ്ട്. ഈ CBSE സ്കൂളിൽ മാത്രമാണോ ഇങ്ങനെ എനിക്കറിയില്ല. ഞാനൊക്കെ സ്റ്റേറ്റിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്കൂൾ ബസ്സിൻ്റെ ഫീ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എഴുതിയിട്ടുണ്ടോ എന്നാണ് നോക്കിയത് കേട്ടോ. പക്ഷെ നാളെയൊക്കെ ആയിട്ടാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതായത് അതിൻ്റെ റെസിപ്റ്റ് ഇല്ലേ. പക്ഷെ ഇന്നത്തോടെ സ്കൂൾ പൂട്ടിയില്ലേ. അങ്ങനെ ഈ മാസത്തെ സ്കൂൾ ബസ്സിൻ്റെ ഫീയും ഇന്ന് തന്നെ കൊടുക്കണമായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഡേ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ കൊടുത്തു. അതൊക്കെ ഡയറിയിലുണ്ടോയെന്നാണ് നോക്കി കിടന്നത്. പിന്നെ അടുക്കളയ്ക്ക് വന്നപ്പോൾ അവ ആദ്യം ചോദിച്ചപ്പോൾ ബ്രെഡായിരുന്നു കേട്ടോ. പിന്നെ അവൻ്റെ ജാമ് കൊടുത്തിട്ട് വന്നു. ഇത് മാംഗോ ഫ്ലേവർ. എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ അത്. പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് ആ ജാമ് പരത്തി തരാൻ പറഞ്ഞിട്ട് വേഗം അതൊക്കെ പരത്തി കൊടുക്കേണ്ടി വന്നു കേട്ടോ. സമയം തരുന്നില്ല, വേഗം തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ പീനട്ട് ബട്ടർ വേണോ ചോദിച്ചപ്പോൾ അവന് നാവുമ്മ പരത്തി കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അവന് ഈ ജാമിനെ ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് പാനിൽ കേട്ടോ. മീൻ കറി പടച്ച് വെച്ചിട്ടുള്ളൂ. കുറച്ച് സമയം പിടിക്കും കേട്ടോ തിളച്ച് വെന്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മീൻ വറക്കലും കൂടെ ആ സമയം കൊണ്ട് നടക്കുമല്ലോ. അങ്ങനെ പുറത്തു പോയി വരുമ്പോഴേ ഞാനൊരു മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. താഴെ കിടക്കണാണ്ടതേ, അതാണ് മുറിച്ച് നോക്ക് എന്ന് പറയണത്. അപ്പം ഞാൻ അവനോട് പറയുന്നുണ്ട് എല്ലാം കൂടി കഴിച്ചിട്ട് വയറുന്നാളെയും ചോറിനാൻ പറ്റില്ല എന്ന്. അപ്പോഴും അവനത് മുറിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ ആ സമയം കൊണ്ട് വേഗം ഫസ്റ്റ് പാലില്ലേ അതും കൂടെ ഒഴിച്ചു. പിന്നെ സനേശേട്ടൻ വിളിച്ചു, ബുക്കുകളൊക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ചോറിനാൻ വേണ്ടി ഇരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മീൻ വറുക്കുക. എന്തൊരു ഇതുണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ സബോള വട്ടത്തിൽ എരിയും. അതായത് ഫ്രൈ ചെയ്യണ സംഭവങ്ങളുണ്ടല്ലോ, ചിക്കനോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതിലിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നീരവന് ഭയങ്കര ഇഷ്ടമായി മീൻ കറി കേട്ടോ. ഞാൻ വിചാരിച്ചു എരിവ് കൂടുന്നു, പക്ഷെ കൂടിയില്ല. ഇനി ഒരു 5-5:30 വരെ ഞങ്ങൾ അവിടെ കിടന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളായിട്ട് നാളെ വരാം കേട്ടോ. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ.